കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ സായാഹ്ന വേളയിൽ റോസ് ഫാമിലിയുടെ ഫേസ്ബുക്ക് ലൈവിൽ ദൈവാവചനം ശുശ്രൂഷിപ്പാൻ ലഭിച്ച ഈ സന്ദർഭത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ റോസ് ഫാമിലിയുടെ ചീഫ് അഡ്മിനായിരിക്കുന്ന റോസ്ലിം സിസ്റ്റർ, കുടുംബം, മറ്റ് അഡ്മിന്മാർ, ഗ്രൂപ്പിലെ അംഗങ്ങളായിരിക്കുന്ന ഏവർക്കും ക്രിസ്തുവേശുവിൻ നാമത്തിൽ വന്ദനം പറയുന്നതോടൊപ്പം എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവിലുള്ള സ്നേഹവന്ദനം ഈ സായാഹ്ന വേളയിൽ അറിയിക്കുക. ദൈവവചനത്തിൻ്റെ മാറ്റമില്ലാത്ത ശബ്ദം വളരെ ശക്തിയോടുകൂടെ മുഴങ്ങുന്ന ഒരു ഫേസ്ബുക്ക് പേജാണ് റോസ് ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജ്. എല്ലാ ദിവസങ്ങളിലും ദൈവദാസിദാസന്മാർ അനുഗ്രഹീതമായ ശുശ്രൂഷകൾ നിർവഹിക്കുന്നു. അനേകർക്ക് വിടുതലും ആശ്വാസവും പകരുന്ന ദൈവവചനത്തിൻ്റെ മാറ്റമില്ലാത്ത ശബ്ദമാണ് ഇതിനകത്ത് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ സായാഹ്ന വേളയിലും കർത്താവിൻ്റെ വചനത്തിൻ്റെ ശബ്ദം ദൈവത്താൽ ലഭ്യമായിരിക്കുന്ന ആത്മാവിനാൽ വചനത്തിൻ്റെ ശക്തി മനസ്സിലാക്കി ആ അഭിഷേകത്തോടുകൂടെ തന്നെ പ്രസ്താവിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്കറിയാം, കാലം ഇന്ന് വന്നെത്തി നിൽക്കുന്ന ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെ നാം വീക്ഷിച്ചാൽ സത്യത്തിൽ ഒരു കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാകും. ദൈവവചനത്തിൻ്റെ മാറ്റമില്ലാത്ത സത്യങ്ങൾ വളരെ ശക്തിയോടുകൂടെ നിറവേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഒരു സമയത്ത് ഇതൊക്കെ പ്രസംഗിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ആളുകൾ കളിയാക്കുമായിരുന്നു. അതങ്ങനെയാണ്, ഇങ്ങനെയാണ്, അങ്ങനൊന്നും വരാൻ പോകുന്നില്ല, നിങ്ങൾ ഈ പറയുന്നത് പോലെ കർത്താവ് വരികയില്ല, ഈ പറയുന്ന പോലെ ഈ പ്രപഞ്ചത്തിന് മാറ്റം വരികയില്ല, പ്രകൃതിയൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കും, സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുമെന്നൊക്കെ പറഞ്ഞൊരു സന്ദർഭമുണ്ട്. എന്നാൽ അതെല്ലാം മാറിപ്പോയി. ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെ മനുഷ്യന് ജീവിക്കുവാൻ പറ്റാത്തൊരു പരിസ്ഥിതിയിലേക്ക് നീങ്ങിയ, എന്നാൽ അതെല്ലാം വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് തന്നെ ഈ വചനത്തിന് ഇന്നും നാളെയും അല്ല, ഈ ലോകമുള്ളിടത്തോളം കാലം അല്ല, ഈ വചനത്തിൻ്റെ ട്രൂ കോപ്പി അത് സ്വർഗത്തിലാണ്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം അത് ശക്തിയോടെ പ്രസംഗിക്കുന്നത് ഒരനുഗ്രഹമാണ്, കേൾക്കുന്നവർക്ക് അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ അല്പസമയം നിങ്ങളുടെ വിലയേറിയ സത്തെ കർത്താവിൽ ഞങ്ങൾ സാദരം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ദൈവവചനത്തിൻ്റെ വിചിന്തനത്തിന് വേണ്ടി വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ നിന്ന് ഒരു വാക്യഭാഗം നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. മത്തായി സുവിശേഷം അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 44-ാമത് വാക്യം. മത്തായി സുവിശേഷം 13-ാം അധ്യായം 44-ാമത് വാക്യം. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചുവെച്ച നിധിയോട് സദൃശം. അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. ഒന്നുകൂടെ വായിക്കുന്നു, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശം. അതൊരു മനുഷ്യൻ കണ്ടു മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഇഹലോകത്തിൽ പരസ്യ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ സ്വർഗരാജ്യത്തെക്കുറിച്ച് പ്രസ്താവിച്ച 8 ഉപമകൾ നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായിട്ട് കഴിയും. അതിൽ 4 പരസ്യമായി ജനത്തോട് സംസാരിക്കുകയും 4 തൻ്റെ ശിഷ്യന്മാരുമായി പങ്കുവയ്ക്കുകയും ചെയ്തതായി കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്വർഗരാജ്യത്തെ ഉപമിക്കുന്ന, അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന, നമുക്കറിയാം അതിനോട് താതാത്മ്യമുള്ള, പ്രത്യേകിച്ച് ഒന്നിനോടൊന്ന് സദൃശം ചൊല്ലുന്നതാണല്ലോ ഉപമ.
അതുകൊണ്ട് തന്നെ ആ സാദൃശ്യത്തെ ഓർപ്പിക്കുന്ന 8 ഉപമകളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതിൽ 4 നമ്മുടെ കർത്താവ് പരസ്യമായി പ്രസ്താവിച്ചതാണ്. 4 തൻ്റെ ശിഷ്യന്മാരുമായി ഇരിക്കുന്ന സന്ദർഭത്തിൽ താൻ പ്രസ്താവിച്ചതാണ്. അതിലൊരു ഉപമയാണ് ഇന്ന് നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമ്മൾ വായിച്ച ഭാഗത്തേക്ക് ഞാൻ വേഗം കടന്നു വരട്ടെ. ഇവിടെ നാം മനസ്സിലാക്കുമ്പോൾ വയലിൽ ഒരു നിധി ഒരു മനുഷ്യൻ കണ്ടെത്തുന്നു. കണ്ടെത്തുകയാണ്. എന്താ? ഒരു നിധി കണ്ടെത്തുകയാണ്. ആ നിധി കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ആ വയല് തനിക്കുള്ളതെല്ലാം വിറ്റ് അവൻ വാങ്ങുവാൻ തയ്യാറാകുകയാണ്. ആ വയല് വാങ്ങുക. അതിന് തനിക്ക് എന്തൊക്കെയാണോ നിലവിലുള്ള സുരക്ഷിതത്വം എല്ലാം നഷ്ടപ്പെടുത്തി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയല് വാങ്ങുവാനായിട്ട് തയ്യാറാകുന്നു. മാത്രമല്ല അവൻ ആ സാഹസത്തിന് ഒരുങ്ങുകയും ആ വയല് സ്വന്തമാക്കുകയും ചെയ്യുക. 3 ചിന്തകളാണ് നമുക്ക് ഈ ഭാഗത്തു നിന്ന് പഠിക്കുവാൻ കഴിയുന്നത്. ഒന്ന്, നിധി കണ്ടെത്തുന്നു എന്നുള്ളതാണ്. കണ്ടെത്തുന്നു. അതിന് വേണമെങ്കിൽ ദൈവവചനത്തിന് അടിസ്ഥാനത്തിൽ വെളിപ്പാടെന്നോ ജ്ഞാനോദയമെന്നോ കാഴ്ചപ്പാടെന്നോ ഏതൊക്കെ നിലകളിൽ വേണമെങ്കിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കുവാനായിട്ട് കഴിയും. ഈ പുറമേ ഉള്ള ഒരു കാഴ്ചയല്ലല്ലോ. ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി പഠിച്ചാൽ ഈ അക്ഷരിക ചക്ഷുസുകൾ അഥവാ ഈ കണ്ണുകൾ കൊണ്ട് കാണുന്നതിനപ്പുറത്ത് ആന്തരികമായി ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നവരാ ദൈവമക്കൾ. അങ്ങനെ കണ്ടെത്തിയ ചില കണ്ടെത്തലുകൾ ദൈവവചനത്തിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കേവലം പുറമേ ഉള്ള കാഴ്ചപ്പാടല്ല ദൈവമക്കൾക്കുള്ളത്. അതുകൊണ്ടാണല്ലോ പൗലോസ് ഒരിക്കൽ ഇങ്ങനെ പറയുന്നുണ്ട്, പുറമേ അല്ല ഞങ്ങൾ കാണുന്നത്. സ്തോത്രം. പിന്നെയോ ഞങ്ങളുടെ അകത്ത ദൃഷ്ടി പ്രകാശിച്ചാണ് ചില കാഴ്ചപ്പാടുകൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആന്തരികമായ ദൃഷ്ടി പ്രകാശിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥമായി കാണേണ്ടവനെ കാണാൻ കഴിയൂ, കാണേണ്ടത് കാണാൻ കഴിയൂ. ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ ലോകമാകുന്ന വയലിലൂടെ യാത്ര ചെയ്യുന്ന ഒരുവൻ, ഈ ഭാഗത്തൂടെ എത്രയോ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരുവൻ ഇത് കണ്ടു. അവൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചു. അവനൊരു കാര്യം മനസ്സിലായി. ഈ വയല് സാധാരണ, ഇതിനകത്തുള്ള നിധി സാധാരണ നിധിയല്ല. ഇത് വളരെ വിലപിടിപ്പുള്ളൊരു നിധി ഇതിനകത്തുണ്ട്. അത് കാണുവാൻ തക്കവണ്ണമുള്ള കാഴ്ചപ്പാട് അവൻ ഉണ്ടാകുവാനിടയായിത്തീർന്നു. നമുക്കറിയാം, ഇന്ന് ഈ സായാഹ്ന വേളയിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ആദ്യമേ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നത്, ഇവിടെ പ്രസ്താവിക്കുന്ന ദൈവവചന സത്യങ്ങളെ ഉള്ളതുപോലെ അവൻ ഹൃദയം തുറന്ന് കണ്ട് മനസ്സിലാക്കി ആത്മാവിൽ അതിനെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ദൈവിക ജ്ഞാനവും ആത്മീയമായ ഉൾബോധവും അതിൻ്റെ തുടിപ്പും നിങ്ങളുടെ അകത്ത് വെളിപ്പെട്ടാൽ നിശ്ചയമായും നിങ്ങളുടെ ഹൃദയങ്ങളിൽ അവൻ പരിശുദ്ധാത്മാവ് പകർന്നു തരുന്ന ദിവ്യമായിരിക്കുന്ന അനുഭവമാണ് ആമേൻ ക്രിസ്തുവിനെ ഉള്ളതുപോലെ കണ്ടെത്തുവാൻ കഴിയുക എന്നുള്ളത്. നമുക്കറിയാം, പുതിയ ഭൂഖണ്ഡം കണ്ടുപിടിക്കുവാൻ ക്രിസ്റ്റഫർ കൊളംബസ് എന്ന് പറയുന്ന ആ മനുഷ്യൻ ഏതാണ്ട് 19 നാവികരും ചേർന്ന് ഇങ്ങനെ യാത്ര ആരംഭിക്കുകയാണ്. 19 നാവികരും ക്രിസ്റ്റഫർ കൊളംബസും കൂടെ 24 ദിവസം പിന്നിട്ടു. കൊളംബസ് പറഞ്ഞു, ഈ കാണുന്ന ഈ കടലിനപ്പുറത്ത് ഒരു ഭൂമിയുണ്ട്, ഒരു കരയുണ്ട്, അത് കണ്ടുപിടിച്ചേ മതിയാകൂ. അതിനുവേണ്ടി ഏതാണ്ട് 24 ദിവസം യാത്ര ചെയ്ത്
തന്നോടൊരുമിച്ച് 19 നാവികരുണ്ട്. അവരിങ്ങനെ മുൻപോട്ട് പോകുകയാണ്. തിരകളെ കിരിമുറിച്ച് ഇങ്ങനെ യാത്ര ചെയ്ത് മുൻപോട്ട് പോകുകയാണ്. ഏതാണ്ട് പല ദിവസങ്ങൾ പിന്നിട്ടു. 1, 2 എണ്ണി പറഞ്ഞ 24 ദിവസങ്ങൾ അവരെ മുൻപോട്ട് യാത്ര ചെയ്തു. അതിനകത്ത് ഭക്ഷണ ചുമതലയുള്ള റൊണാൾഡ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഈ ആളുകൾക്കെല്ലാം ഭക്ഷണം ആ കപ്പലിൽ ആ യാത്ര ചെയ്യുന്ന ആ കപ്പലിൽ വെച്ചു കൊടുക്കുന്ന ആള് പറഞ്ഞു, ഇനി 24 ദിവസത്തേക്കിനുള്ള ഭക്ഷണമേ ഉള്ളൂ, അതിനുള്ള ക്രമീകരണമേ നമുക്കിതിനകത്തുള്ളൂ, അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോയേക്കാം എന്ന് പറഞ്ഞു. മുന്നോട്ട് പോയാൽ നമുക്ക് ആഹാരം വേണ്ടതുപോലെ ഇതിനകത്ത് നിന്ന് ഭക്ഷിക്കാൻ കഴിയാതെ വരും, അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാം, മടക്ക യാത്രയാണ് നല്ലത് എന്ന് പറഞ്ഞു. എല്ലാവരും ആകപ്പാടം ഞെട്ടി. കൊളംബസ് പറഞ്ഞു, അങ്ങനെയല്ല, നാം ഒരു പുതിയ ലോകം കണ്ടെത്തുവാൻ പോകുകയാണ്. അതിനോടുള്ള ബന്ധത്തിൽ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കണ്ട, അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട, മുൻപോട്ട് പോകട്ടെ, പിന്തിരിയാൻ ആരും തയ്യാറാകരുത്. കൊളംബസ് പറയുന്നത് കേട്ട് അവർക്ക് ആകപ്പാടെ വല്ലാഴിക വന്നു. ഞങ്ങൾ നോക്കിയിട്ട് ഒന്നും കാണുവാനില്ല, ആകപ്പാടെ ഇരമ്പിപ്പായുന്ന കടല് മാത്രം. ഇതിൻ്റെ നടുവിലൂടെ ഓളങ്ങളെ കീറിമുറിച്ചുകൊണ്ട് യാത്ര ചെയ്താൽ ഒരു കരയുണ്ടെന്ന് പറഞ്ഞാൽ എവിടെ ചെന്ന് കാണാനാ? ദിവസങ്ങൾ പലത് പിന്നിട്ടു, ഒന്നും മുൻപിൽ കാണുവാനില്ല. കൊളംബസ് പറഞ്ഞു, ഇല്ല, തിരിച്ചു പോകാൻ പാടില്ല. ഈ ആളുകളെല്ലാം കൂടെ ചെന്ന് കൊളംബസിനെ പിടിച്ചു ബന്ധിച്ചെന്നാ പറയുന്നത്. കൊളംബസ് പറഞ്ഞു, ഇല്ല, എൻ്റെ ഭക്ഷണം കൂടെ നിങ്ങൾ ഉപയോഗിച്ചോളൂ, ഒരു ദിവസം കൂടെ മുൻപോട്ട് പോകട്ടെ. ഞാൻ പറയട്ടെ, 20 മണിക്കൂർ പിന്നിട്ടപ്പോൾ അവർ ഒരു കര കണ്ടെത്തുവാനിടയായി. ആ കരയുടെ പേരാണ് അമേരിക്ക എന്ന് പറയുന്നത്. കൊളംബസ് ലക്ഷ്യബോധത്തോടെ ഉത്സാഹത്തോടുകൂടെ ആ യാത്ര ചെയ്ത് കണ്ടെത്തിയ ആ കരയാണ് അമേരിക്ക എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ചോദിച്ചാൽ, ദൈവ വചനത്തിലൂടെ ആത്മീയമായി ഈ ദിവസങ്ങളിൽ ദർശനം പ്രാപിച്ചവർക്ക് മാത്രമേ ഈ ലക്ഷ്യത്തിലെത്തുവാനായിട്ട് കഴിയത്തുള്ളൂ. അനേകര് വിശ്വാസത്തിലും വിശ്വാസ ജീവിതത്തിലും ആത്മീയ അനുഭവത്തിലുമൊക്കെ ഇറങ്ങിയവരുണ്ട്. പക്ഷേ താളം തെറ്റി കുഴഞ്ഞ് മറിഞ്ഞ് വല്ലാത്തൊരു പരുവത്തിൽ മുൻപോട്ട് പോകുവാൻ കഴിയാത്തൊരു അനുഭവത്തിലാണ് ആയിരിക്കുന്നത്. അതിൻ്റെ കാരണം ലക്ഷ്യം തെറ്റി എന്നുള്ളതാണ്. യാത്രയിൽ ഒരു ലക്ഷ്യമേ ഉണ്ടാകാവൂ. എന്തിനാ ഇറങ്ങിയത്? എന്തിനാ മുൻപോട്ട് വരുന്നത്? ഈ ഓളങ്ങളും തിരകളും താണ്ടി ഈ യാത്ര ചെയ്യുന്നതിന്റെ പിൻപിൽ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. കണ്ടെത്തുവാനുള്ള ആ കരയിലേക്കാണ് അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഒത്തിരി പ്രതിബന്ധങ്ങൾ ഉണ്ടാകാം, ഇല്ലായ്മകളും വല്ലായ്മകളും ഉണ്ടാകാം, എതിർപ്പുകളും പ്രശ്നങ്ങളും ഉണ്ടാകാം. പക്ഷേ ലക്ഷ്യം തെറ്റാൻ പാടില്ല. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ആത്മീക ജീവിതത്തിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി, ദൈവിക വിശുദ്ധിക്ക് വേണ്ടി, ദൈവവചനത്തിന് വേണ്ടി, ആത്മീക സത്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച പലരും, ഒന്നുകൂടെ പറഞ്ഞാൽ ആമേൻ, തുടക്കം വളരെ ഉത്സാഹമായിരുന്നു, വളരെ ആർഭാടവും ആഘോഷവും അനുഗ്രഹവുമായ നല്ല തുടക്കം കുറിച്ചവർ ഇന്ന് നിതാന്ത ജാഗ്രത പാലിപ്പാൻ കഴിയാതെ ജീവിതത്തിൽ എവിടേക്കോ തട്ടിമുട്ടി, ജീവിതത്തിന്റെ മുന്നേറ്റം എവിടേക്കോ മുടക്കി, ജീവിതത്തിൽ അടിഞ്ഞുകൂടിയ കപ്പൽ പോലെ, ഉടഞ്ഞ കപ്പൽ പോലെ ജീവിതത്തിൽ ആമേൻ വഴിതെറ്റിയ അനുഭവങ്ങളിലായിത്തീരുന്ന അനേക വിശ്വാസികളെ നമുക്ക് കാണുവാൻ കഴിയും. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവജനത്തോട് ഞാൻ പ്രാരംഭമായി ഓർപ്പിക്കട്ടെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ വിളിച്ച സ്ഥാനത്ത്, വേർതിരിച്ച സ്ഥാനത്ത് നമുക്ക് ലക്ഷ്യം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്കൊന്ന് മടങ്ങി വന്ന് ആത്മീയമായി ശക്തിയോടെ മുന്നേറുവാൻ കഴിയുന്ന ഒരു വിടുതൽ ആമേൻ ഈ സായാഹ്ന വേളയിൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ കുറിച്ച് താല്പര്യപ്പെടുകയാണ്. ഒരു പുത്തൻ കാഴ്ചപ്പാട് ഇന്ന് ഈ സായാഹ്ന വേളയിൽ നമുക്ക് ഉണ്ടായേ മതിയാകും. എന്തിനെ കുറിച്ച്? ഈ വയലിലുള്ള നിധിയെ കുറിച്ച്. പൗലൂസ് ഈ നിധി കണ്ടെത്തി കേട്ടോ.
പൗലൂസ് നിധി കണ്ടെത്തി. നേരത്തെ ശൗലായിരുന്നു. ശൗലെന്ന് പറഞ്ഞാൽ വലിയവനെന്ന, പൗലൂസ് എന്ന് പറഞ്ഞാൽ ചെറിയവനെന്ന. നേരത്തെ വലിയ പുള്ളിയായിരുന്നു. പക്ഷേ ഈ നിധി താൻ കണ്ടെത്തി. എവിടെ വെച്ചാ? ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച്. സവിസ്താരമായി ഞാൻ വിസ്തരിക്കുന്നില്ല. അന്ന് തന്നെ ഒരു മിഷന് വേണ്ടി, ഒരു വിഷന് വേണ്ടി ദൈവം വേർതിരിച്ചു. അതെ, ആ സൂര്യനെ കവിയുന്ന വെളിച്ചം ചുറ്റി മിന്നി. ഒരു ചോദ്യം, നീ ആരാകുന്നു കർത്താവേ? കണ്ടോ, കർത്തൃത്വമുള്ള അധികാരമുള്ള ഒരുവനുണ്ടെന്ന് ശൗലിന് മനസ്സിലായി. മഹാപുരോഹിതന്റെ അധികാരപത്രം പോക്കറ്റിയിരിപ്പുണ്ട്. ദൈവജനത്തെ കൊന്നുമുടിക്കാൻ വന്നതാ. പക്ഷെ തകടം പറഞ്ഞു. വാഹന മൃഗത്തിൽ നിന്ന് വീണു. കിടന്നുകൊണ്ട് ചോദിക്കുക, നീ ആരാകുന്നു കർത്താവേ എന്ന് പറഞ്ഞാൽ, ഇതുവരെ എന്റെ മേൽ അധികാരമുള്ള ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ വാഹന മൃഗത്തിന് തകിടം മറിഞ്ഞ് നിലത്ത് കിടന്നുകൊണ്ട് ചോദിക്കുക, നീ ആരാകുന്നു കർത്താവേ? ഉടനെ കർത്താവ് അവനോട് സംസാരിച്ചു. കേട്ടോ, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. അയ്യോ, മുള്ളിന് നേരെ ഉതയ്ക്കരുത് കേട്ടോ. അവിടെ വെച്ച് തനിക്ക് മനസ്സിലായി, കാഴ്ച നഷ്ടപ്പെട്ടു. യൂദയുടെ വീട്ടിൽ ചെന്നു. നേർവീതി എന്നുള്ള തെരുവിൽ അനന്യാസ് വന്ന് പ്രാർത്ഥിച്ചു. ദൂത് എന്താണെന്നറിയാമോ? നീ രാജാക്കന്മാരുടെ നടുവിലും ആമേൻ കടന്നു പോകുന്ന ഇടങ്ങളിലുമൊക്കെ എന്റെ സാക്ഷിയായി തീരണം. അവിടം കൊണ്ട് ആരംഭിച്ചതാ ഒരു മിഷൻ, ഒരു വിഷൻ, അകത്തൊരു കത്തൽ, അകത്തൊരു ദർശനം. ദർശനങ്ങളുടെ മനുഷ്യനെന്നാ പൗലൂസിനെ വിളിക്കുന്നത്. വേദപണ്ഡിതന്മാര് പൗലൂസിനെ വിളിക്കുന്നത് ദർശനങ്ങളുടെ മനുഷ്യനെന്ന. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി ദൈവം വിളിച്ചു വേർതിരിച്ച പൗലൂസ് അന്ന് മുതൽ ദർശനത്തിന് വേണ്ടി നിൽക്കുക. ഒരിക്കൽ അഗ്രിപ്പാ രാജാവിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. വാക്യങ്ങൾ ഞാൻ എടുത്തു വായി. അഗ്രിപ്പാ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചിട്ടില്ല. ഇന്ന് വരെ ചെറിയവരോടും വലിയവരോടും ഞാൻ സാക്ഷ്യം പറഞ്ഞു പോരുന്നു. പലരുടെയും സാക്ഷ്യം ഇന്ന് സഭയ്ക്കകത്ത. പക്ഷേ പൗലൂസ് പറയുക, ഞാൻ ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറഞ്ഞു പോരുന്നു. ഇന്ന് വരെയും സ്വർഗീയ ദർശനത്തിന് ഞാൻ അനുസരണക്കേട് കാണിച്ചിട്ടില്ല. രണ്ട് കൈകളും ചെങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടപ്പോഴും ആ ദർശനമകത്ത് കത്തിക്കൊണ്ടിരുന്നു. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, ഒരു ചെറിയ പ്രയാസം വന്നാൽ പോരെ നമ്മുടെ മുഖം പാടും, നമ്മൾ ആകെപ്പാടങ്ങ് അയ്യടാന്നാകും. കർത്താവിനെ സേവിച്ചിട്ട്, പ്രാർത്ഥിച്ചിട്ട്, സ്തുതിച്ചിട്ട്, സ്തോത്രം ചെയ്തിട്ട് എനിക്ക് കിട്ടിയത് ഇതാണോ എന്ന് പലപ്പോഴും പെറുപെറുക്കുന്ന സ്വഭാവം നമുക്കുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കിക്കേ, അനവധി പ്രതിസന്ധികളിലൂടെ ഒരു ഭക്തൻ നടന്നു നീങ്ങുമ്പോഴും അവന്റെ അകത്ത് കത്തുന്നൊരു മിഷൻ, ഒരു ദർശനം, അവന്റെ കാഴ്ചപ്പാട് അവനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് 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 എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനത്തോട് എനിക്ക് ഓർപ്പിക്കാനുള്ള ദൂത്, ആമേൻ, ഒരു ദർശനത്തോടെ മുൻപോട്ട് പോകുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഏതൊക്കെ കലുഷിതമായ അന്തരീക്ഷവും പ്രശ്നസങ്കീർണമായ അനുഭവങ്ങളും ജീവിതത്തിന്റെ മേഖലകളിൽ അനവധി നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അനുഭവങ്ങളും കടന്നു വന്നെന്ന് വരാം. പക്ഷെ അതൊന്നും നിന്റെ ദർശനത്തെ കെടുത്തുവാൻ പാടില്ല. അതൊക്കെ കടന്നു വരുമ്പോഴും അതിന്റെ നടുവിലൂടെ അതിനെ കവർ ചെയ്തുകൊണ്ട് നിന്റെ അകത്ത് കത്തുന്ന ഒരു ദർശനമുണ്ടെങ്കിൽ, ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ ആത്മീയമായി നിനക്ക് മുന്നേറുവാനായിട്ട് കഴിയും. ദൈവം അതാ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളൊരു അനുഭവമാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടി അവര് പ്രാർത്ഥന നടത്തി ഒന്ന് സ്വാധീനപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഈ കാലങ്ങളിൽ ഈ കാഴ്ചപ്പാടുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ എത്രയും ഞങ്ങൾ നടക്കുന്നത്. പുരാതന ഭക്തന്മാർ നടന്നത് അങ്ങനെയാണ്. അവരുടെ കാഴ്ചപ്പാട് അങ്ങനെയായിരുന്നു. സ്വർഗത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് കിട്ടിയപ്പോൾ ഈ ഭൂമി അവരുടെ മുൻപിൽ ചെറുതായി. സ്വർഗീയമായ ആ
ദർശനം അവിടെ അകത്ത് കത്തിയപ്പോൾ ഈ ഭൂമിയിലുള്ളതെല്ലാം ചപ്പും ചവറുമെന്നെണ്ണി പൗലോസ് പറയുന്നത്, ദർശനം നിമിത്തം എനിക്കുള്ളതെല്ലാം ചപ്പും ചവറുമെന്നെണ്ണുന്നു. വല്ല വിധേന എനിക്ക് ക്രിസ്തുവിനെ നേടണം, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ ഒന്ന് അനുഭവിച്ചറിയണം, അവനുമായോ എനിക്കൊന്ന് അനുരൂപമായി ഒന്ന് രൂപപ്പെടണം, എന്റെ കർത്താവിന്റെ സ്വരൂപത്തോടെ എനിക്ക് അനുരൂപമായി രൂപപ്പെടണം. അതിനു വേണ്ടി ഞാൻ എനിക്കുള്ളതെല്ലാം ചപ്പും ചവറുമെന്നെണ്ണുന്നു. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് കേൾക്കണോ? യഹൂദന്മാരിൽ ജാതി ഐറ്റത്തിൽ പറയുകയാണെങ്കിൽ എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ. ഇങ്ങനെ ഞാൻ ആദ്യം ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നി ജാതിയുടെ ടോപ്പ് ലെവലിലാണ് ഞാൻ നിൽക്കുന്നേ. ഇത് പറഞ്ഞേച്ച് പറയാ എനിക്കത് ചപ്പ. എനിക്കെന്റെ ജാതി ഉണ്ടല്ലോ വെറും ചപ്പും ചവറുമാ. ഇന്ന് ചിലർ എഴുന്നേറ്റ് പറഞ്ഞു ഞാൻ ആരാന്നറിയാവോ, ഞാനങ്ങ് അയ്യൊരു ജാതിക്കാരനാന്ന് പറഞ്ഞാ നടക്കുന്നത്. ഞാനങ്ങ് അമ്പളി കുന്നത്തും എൻ്റെ ഭാര്യ കുമ്പളി കുന്നത്തുവാന്നാ പറയുന്നത്. ദൈവസന്നിധി വന്നാലും ഈ കെട്ട് പൊട്ടുകയില്ല. സ്തോത്രം. അത് പൊട്ടാത്തൊരു കെട്ടായിട്ട് ഇപ്പൊ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ പൗലോസ് ഇതെല്ലാം പറഞ്ഞേച്ച് പറയാ ഞാനിത് ചപ്പും ചവറുമായി എണ്ണുന്നു. കാരണം ക്രിസ്തുവിനെ എനിക്കൊന്ന് അറിയണം. അറിഞ്ഞത് പോരെന്നേ, ഞാൻ കണ്ട കാഴ്ചപ്പാട് എനിക്ക് പോരാ, ഞാൻ പ്രാപിച്ചത് പോരാ. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, അനുഭവത്തിനും പ്രാപിച്ചതിനും അകത്ത് കിടന്ന് ഒതുങ്ങി ഇത് മതിയെന്നും പറഞ്ഞ് ഇട്ടാവട്ടത്തിൽ കറങ്ങുന്നവരല്ലേ നമ്മളെല്ലാം? പോരെന്നേ, ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ കെട്ട് പൊട്ടിച്ച് ഈ ദിവസങ്ങളിൽ നമ്മുടെ ആത്മീയ വിശാലതയിലേക്ക്, ഒരു വിടുതലിലേക്ക് കടന്നു വരുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. ഒരു കാഴ്ചപ്പാട് നമ്മുടെ അകത്തുണ്ടാകട്ടെ, ഒരു ദർശനം നമ്മുടെ അകത്തുണ്ടാകട്ടെ. ആമേൻ. ഒന്നാമത്തെ ചിന്ത ഇതാണ്. സമയം വേഗം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നല്ലോ. ഈ നിധിയെ കുറിച്ചുള്ള കാഴ്ചയുണ്ടായി. എന്താ കാഴ്ച? ദൈവത്തിന് സ്തോത്രം. ഈ നിധി വയലിലുണ്ടെന്നുള്ള കാഴ്ച. അതാരും കാണാതെ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? മറച്ചിട്ട് രണ്ടാമത്തെ കാര്യം, ഇത് തനിക്കുള്ളതെല്ലാം വിൽക്കുക. എന്തിനാ? ഈ വയല് വാങ്ങാൻ. കണ്ടോ? തനിക്കുള്ളതെല്ലാം വിൽക്കുക. ഇവനൊന്നറിയാം, ഈ വയലിനകത്തൊരു നിധി ഞാൻ വെച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കുള്ളതെല്ലാം ഞാൻ വിറ്റാലും വേണ്ടുമില്ല, ഈ നിധി എനിക്ക് വാങ്ങണം. അതെ, ചിലതെല്ലാം നഷ്ടപ്പെടുത്തുന്നതിൻ്റെ പിൻപിൽ ഒരു കാഴ്ചപ്പാടുണ്ട്. ഇന്ന് ദൈവസന്നിധി വരുന്നവർക്കെല്ലാം കിട്ടണം. നേടാൻ വേണ്ടി മാത്രം ദൈവസന്നിധി വരുന്നവരുണ്ട്. അത് തന്നെ. ഒന്നും കർത്താവ് തരികയില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പ്രാർത്ഥിച്ചാൽ കർത്താവ് ചിലതൊക്കെ തരും. പക്ഷെ തന്നാലും തന്നില്ലെങ്കിലും സ്തോത്രമെന്ന് പറയാൻ കഴിയുന്നവരെയാ കർത്താവിന് ആവശ്യം. അതിച്ചിരി പ്രയാസമാണ്. ജോബിനെ നിങ്ങൾ നോക്കിയേ. ഇയ്യോബേ എല്ലാം പോയില്ലേ? ഒരു കിഴക്കൻ കാറ്റ് വന്നപ്പോൾ വീടടിച്ചു പോയി. ഒരുത്തൻ ഓടി വന്ന് പറയാ ഒട്ടകം മുഴുവൻ കൊണ്ടുപോയി, സേവകൻ അടിച്ചോണ്ട് പോയി. വേറുത്തം വന്ന് പറയാ കഴുത മുഴുവൻ പോയി. വന്നു പറയുന്നവനെല്ലാം പറയാം ഞാൻ ഒരുത്തം മാത്രം ശേഷിച്ചു, ബാക്കിയെല്ലാം പോയി. നമ്മളാണ് എന്തോ പറഞ്ഞേനെ. ഉടനെ അദ്ദേഹം പറഞ്ഞു കേൾക്കണോ, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തന്നത് ദൈവമാ, എടുത്തതും ദൈവമാ. അതുകൊണ്ട് ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കണ്ടോ, നമുക്ക് ലഭിച്ചതെല്ലാം ദൈവത്തിൽ നിന്നാ. ദൈവത്തിന് വേണ്ടി ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ചിലതിന് നഷ്ടം വരുമ്പോൾ, പരാജയം വരുമ്പോൾ, കെടുതി വരുമ്പം പിറുപിറുക്കുന്ന സ്വഭാവം നിർത്തിയിട്ട് പറ ദൈവം തന്നു. പണ്ടൊരിക്കൽ ഞാൻ ഒരിക്കലും മറക്കാത്തൊരു കാര്യമുണ്ട്. ഒരു കുഞ്ഞിനെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുക. ആ ദൈവദാസൻ പെട്ടെന്ന് പ്രാർത്ഥിച്ച കൂട്ടത്തിൽ പറഞ്ഞു യഹോവ തന്നു,
യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥിച്ച കൂട്ടത്തിൽ അറിയാതെ പറഞ്ഞു പോയതാ. പിന്നെ ഒരു ഗുണം കൂടി, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം യഹോവ എടുത്തു എന്ന് പറഞ്ഞപ്പം ഞങ്ങളെല്ലാം കൂടെ ഹല്ലേലൂയ എന്ന് പറഞ്ഞു. അതുകൊണ്ട് പലരും കേട്ടില്ല. സ്തോത്രം. യഹോവ തന്നു എന്നുള്ളത് ശരിയാ, യഹോവ എടുത്തില്ല, കയ്യിലിരിക്കുക. അപ്പോൾ അത് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. സ്തോത്രം. യഹോവ തന്നത് യഹോവ എടുക്കുമ്പോൾ നാം വിഷമിച്ചിട്ട് കാര്യമില്ല. അവിടെയും ഇയ്യോബ് ഒരു ഭക്തനെ പോലെ വിളിച്ചു പറഞ്ഞു, കർത്താവ് തന്നതാ, കർത്താവ് എടുത്തു. നമുക്കറിയാം, ശേഷം തനിക്ക് ഒരു പ്രത്യേക ഒരു കാറ്റിങ്ങോട്ട് വന്നപ്പോൾ ദേഹം മുഴുവൻ ചൊറിയാൻ തുടങ്ങി, വ്രണമായി. കിഴക്കൻ കാറ്റടിച്ചതേ ഉള്ളന്നേ, പെട്ടെന്ന് വ്രണമുണ്ടായി, പരുക്കളുണ്ടായി, പഴുക്കാൻ തുടങ്ങി. വലിയ പരുക്കൾ ശരീരം മുഴുവൻ ബാധിച്ചു. അയ്യോ, നിങ്ങൾ 19-ാം അധ്യായത്തിൽ വായിക്കണം. ഈ ഓട്ട് കഷ്ണമെടുത്ത് ചുരണ്ടാൻ തുടങ്ങി. ചാരം വെച്ചോണ്ട് ചുരണ്ടി പുഴുവിനെ വാരി മുകളോട്ടെറിഞ്ഞു. പക്കതന്നെ ഇരിക്കുകയാന്ന്, പുഴുവിനെ വാരി എറിഞ്ഞു പറഞ്ഞു, നീയാണ് എൻ്റെ അമ്മ, നീയാണ് എൻ്റെ അപ്പൻ, നീയാണ് എൻ്റെ സഹോദരി, നീയാണ് എൻ്റെ സഹോദരൻ. പുഴുവ. ഓ, ശക്തനും പക്വതനുമായ മനുഷ്യൻ പുഴുവിനെ വാരി എറിയുക. ശരീരം മുഴുവൻ വ്രണങ്ങളാ. ഭാര്യ വന്ന് പറഞ്ഞു, എന്തിനാ ഇങ്ങനെ ആത്മീയനാന്നും പറഞ്ഞിരിക്കുന്നത്, അങ്ങ് ചാകെ, നീ തള്ളിപ്പറഞ്ഞ ചാകെ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഒരു കാര്യം, ഒരു നൂലാ പുള്ളിക്കാരി പറഞ്ഞേ. ഇനി ഈ പുള്ളി പിടിച്ചു നിൽക്കുന്നത് ദൈവകൃപയില. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, ചാകും. എന്ത് പറഞ്ഞ? അയ്യോ, എനിക്കിത് സംഭവിച്ചല്ലോ ദൈവമേ, നിന്റെ കുറ്റമാണേ എന്ന് പറഞ്ഞാൽ അന്നേരം പിടിവള്ളി വിടും, ചാകും. അതുകൊണ്ട് തള്ളിപ്പറ, ചാകെ. ജീവിച്ചിരുന്നിട്ട് വലിയ ഗുണമൊന്നുമില്ല. പുള്ളി പറഞ്ഞു, എങ്ങനെ തള്ളിപ്പറയും? ഇന്നലകളിൽ എൻ്റെ ദൈവം എത്ര അത്ഭുതവാനാ, എങ്ങനെ തള്ളിപ്പറയും? ശരീരം മുഴുവൻ വ്രണം നിറഞ്ഞവനായി. കണ്ടോ, ഞാനൊരു കാര്യം പറയാം. എന്തുകൊണ്ടാ തള്ളിപ്പറയാഞ്ഞത്? ഈ പക്വതന്റെ പക്വതയുടെ നാരായ വേര് ദൈവത്തിലാ. പലർക്കും പക്വതയുണ്ട്, പുറമേ ദൈവഭയമുണ്ട്, പക്ഷേ അതിന്റെ വേര് ദൈവത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പക്വതയുടെയും ആത്മീയത്തിന്റെയും വേര് ദൈവത്തിലാണോ, അതോ വെറും പുറമേ ഉള്ള ലേബലേ ഉള്ളോ? പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു, പക്വതയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരാകും. വെറും വേഷധാരികളാ. വേഷം, വെറും വേഷയുള്ളൂ. പണ്ടൊരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരാൾ ഞങ്ങൾക്ക് പേരാവോട്ട് തന്നു, മെയ്ഡ് ഇൻ USA. എല്ലാവർക്കും വലിയ സന്തോഷം. പിന്നീടാ മനസ്സിലായത് ബോംബെ എന്നെങ്ങാണ്ട് ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തു വിടുന്ന മെയ്ഡ് ഇൻ USA. USA ഉണ്ടാക്കിയതല്ല, ഡ്യൂപ്ലിക്കേറ്റാ. ആത്മീയ ഗോളത്തിൽ ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങിപ്പോയി. ഡ്യൂപ്ലിക്കേറ്റാ. പക്വത കാണിക്കുക, വേഷം കാണിക്കുക, പക്ഷെ പോരാ. പക്വതയുടെ നാരായ പേര് ദൈവത്തിലേക്ക് ഇറങ്ങണം. എന്ത് വന്നാലും, ഏത് പ്രതിസന്ധി വന്നാലും എന്റെ ദൈവത്തോട് ഞാൻ പിറുപിറുക്കയില്ല. എന്റെ ദൈവം എന്നെ വിളിച്ചതിന് ഒത്തവണ്ണം കാഴ്ചപ്പാടോടുകൂടെ ഞാൻ മുന്നോട്ട് പോകും എന്ന് പറയാൻ കഴിയുന്ന ആത്മീയ അനുഭവം നമ്മുടെ അകത്തുണ്ടാകണം. സ്തോത്രം. ഇത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്, ഇച്ചിരി പാടുള്ള കാര്യമാണ്. എല്ലാവർക്കും എല്ലാം ശുഭകരമാണോ, സന്തോഷമാണോ, കാര്യങ്ങളെല്ലാം റെഡിയാണോ? ഓ സ്തോത്രം, കർത്താവേ സ്തോത്രം. എന്തെങ്കിലും പ്രയാസം വന്നോ, ആ സ്തോത്രത്തിന് കുറവാ, ആ സ്തുതിക്ക് കുറവാ. പലയിടങ്ങളിൽ ശുശ്രൂഷിച്ചുകൊണ്ട് എനിക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. എനിക്കൊരു അമ്മാമ്മയെ അറിയാം, ക്ഷീരാന്തിയെ ചാടിക്കയറും ആത്മാവ് വന്ന. എന്നാൽ ആ ആഴ്ചയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അമ്മാമ്മയ്ക്ക് ആത്മാവില്ല. ആഴ്ച പാസ്റ്റർ മനസ്സിലാക്കിക്കോണം, ഈ ആഴ്ച അമ്മാമ്മയ്ക്ക് പ്രശ്നം ഉണ്ടായി, അമ്മാമ്മ ക്ഷീണിച്ചു പോയി, ആത്മാവ് ഇപ്പോൾ ഇല്ല, ആത്മാവ് കുറഞ്ഞു പോയി. അമ്മാമ്മയെ ആ ആഴ്ച ഉത്സാഹിപ്പിക്കണം, പൊക്കിയെടുക്കണം. അതിന് പാസ്റ്ററാണ് ബന്ധപ്പെടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളുടെ നടുവിലും നിന്റെ വേര് തമ്പുരാനിൽ ഉറച്ചിട്ടുണ്ടോ എന്ന് ഇന്ന് ഈ സായാഹ്നത്തിൽ ചിന്തിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളോടൊരു ദൂത് പറയുക. ഞാൻ
സംസാരിപ്പാൻ കൊണ്ടുവന്ന ദൂതിനകത്തുനിന്ന് എന്തോ ഒരു ഡൈവേർട്ട് ചെയ്ത മാറി മാറിപ്പോകുന്നേ. എന്തായിരുന്നാലും ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുക. ശക്തമായി ആത്മീയമായി ദൈവകൃപയിൽ ഈ ദിവസങ്ങളിൽ നിലനിൽക്കാൻ കഴിയുന്ന എത്ര അനുഭവങ്ങൾ നമ്മുടെ അകത്തുണ്ട്. എന്തെങ്കിലും പ്രതിസന്ധികൾ കാണുമ്പോൾ അതിൻ്റെ നടുവിൽ കുലുങ്ങുന്നവരായി, ക്ഷീണിച്ചവരായി, പരാജയപ്പെട്ടവരായി, പ്രാർത്ഥന കുറഞ്ഞവരായി, ജീവിതത്തിൽ ദൈവകൃപയിൽ അകന്നവരായി തീരുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ ജീവിതത്തെ ആരെക്കെട്ട് ഉറപ്പിച്ച് ആത്മീയമായി നിന്നെ നടത്താൻ കഴിയുന്ന ഒരനുഭവമാണ് നിന്റെ കഷ്ടതയും പ്രതിസന്ധികളുമെന്ന് വിളിച്ചു പറഞ്ഞ് ആത്മാവിൽ ധൈര്യപ്പെട്ട് മുന്നേറ്. യോബിനെല്ലാം നഷ്ടമായി. പക്ഷെ യോബ് പറഞ്ഞൊരു പദം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. യോബിനോട് ഞാൻ ചോദിക്കുന്നു, നിനക്ക് വല്ലതും ജീവനോടെ ഉണ്ടോ? മക്കളെല്ലാം മരിച്ചു, ആടുമാടുകൾ പോയി, ദാസിദാസന്മാർ പോയി, ആരുമില്ല. പക്ഷേ ഒന്നുണ്ട്, വീണ്ടെടുപ്പുകാരനുണ്ട്. സ്തോത്രം. എല്ലാം പോട്ടെ, യോബിനൊന്നറിയാം, എൻ്റെ വീണ്ടെടുപ്പുകാരനുണ്ട്, എനിക്ക് മടക്കി തരുന്ന ഒരുവനുണ്ട്, എന്നെ കരുതുന്ന ഒരുവനുണ്ട്, എനിക്ക് എന്തൊക്കെ നഷ്ടം വന്നു അതെല്ലാം മടക്കി തരുന്ന ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്. ഈ ധൈര്യമുള്ള എത്ര ദൈവമക്കളുണ്ട്? അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ അവനെ കാണും. ആത്മീയമായ ഒരു കാഴ്ചപ്പാടിലേക്ക് വരുവാൻ ഈ ദിവസങ്ങളിൽ ജീവനെങ്കിൽ ജീവൻ, ആമേൻ, കർത്താവിന് വേണ്ടി ചിലത് എറിഞ്ഞുകൊടുത്ത് ഈ ദിവസങ്ങളിൽ കർത്താവിനെ സേവിക്കാൻ തയ്യാറുള്ള എത്ര പേരുണ്ട്? ശക്തനായ ഭക്തനായ പോളികാർപ്പിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒടുവിൽ വന്നപ്പോൾ പിടിച്ചു കെട്ടി അദ്ദേഹത്തെ തീ വെച്ച് കൊല്ലുവാൻ ഒരുങ്ങുന്ന സന്ദർഭത്തിൽ ഒരു പ്രാവശ്യം കൂടെ ചോദിച്ചു, പ്രായമുള്ള മനുഷ്യനോട് ചോദിച്ചു, യേശുവിനെ തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ? അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ 86 വർഷം എൻ്റെ കർത്താവ് എനിക്ക് നല്ലവനായിരുന്നു. കഴിഞ്ഞ 86 വർഷം. അതുകൊണ്ട് ഈ തീ കണ്ടാൽ ഞാൻ പേടിക്കത്തില്ല. ഈ പ്രായം വരെയും എന്നെ നടത്തിയൊരു ദൈവമുണ്ട്, എന്നെ വിടുവിച്ചൊരു ദൈവമുണ്ട്. തീ കൊളുത്തി തീക്കകത്ത് പിടഞ്ഞ് കത്തി ചാമ്പലായി മരിച്ചു വീഴുമ്പോൾ ആ ഭക്തൻ പറയുക, എന്റെ ദൈവം എനിക്ക് നല്ലവൻ. ഇങ്ങനെയുള്ള ഭക്തന്മാരുടെ നിരകളിലാ ദൈവമക്കളെ നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ആയിരക്കണക്കിന് 10,000-കണക്കിന് രക്തസാക്ഷികളായി തീർന്നവരുടെ മുൻപില് ഞാനും നീയും നിൽക്കുന്നത് വിശ്വാസത്തെ ലഘുവായി കാണാതെ, ദൈവകൃപയെ കേവലം ലഘുവായി കാണാതെ, ലാഘവത്തോടുകൂടെ നിൽക്കാതെ, എങ്ങനെയെങ്കിലും ദൈവത്തെ സ്തുതിക്കാതെ, എങ്ങനെയെങ്കിലും മുൻപോട്ട് പോകുന്ന അനുഭവം മാറ്റിയിട്ട് പറഞ്ഞാട്ട് ഉറച്ച വിശ്വാസികളായി കാഴ്ചപ്പാടോടുകൂടെ ശക്തിയോടുകൂടെ ദൈവത്തിന് വേണ്ടി എന്നും പ്രവർത്തിക്കുവാൻ, ആരുടെ മുൻപിലും സാക്ഷ്യം വഹിപ്പാൻ തയ്യാറുള്ള ചിലരെ ദൈവം അന്വേഷിക്കുക. അങ്ങനെയുള്ള ചിലരെ ദൈവം തേടുക. അങ്ങനെയുള്ള ചിലരെ ദൈവം അന്വേഷിച്ചു കൊണ്ടിരിക്കുക. ദൈവത്തിന്റെ ദൃഷ്ടി ഇന്ന് ഈ ഗ്രൂപ്പിൽ ശക്തിയോടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. ഇന്നലകളിൽ ശക്തിയോടെ എഴുന്നേറ്റ പലരെയും ദൈവം പിന്നെയും തിരയുക. ദൈവത്തിന് വേണ്ടി ശക്തിയോടെ നിൽക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ കുറിച്ച് കാണുന്നു. നീ എന്തു പറയുന്നു? വില കൊടുക്കുവാൻ തയ്യാറുണ്ടോ? ഈ വയല് വാങ്ങുവാൻ വില കൊടുക്കാൻ തയ്യാറായി. തനിക്കുള്ളതെല്ലാം വിറ്റു. ആളുകളെല്ലാം പറഞ്ഞു, ഇവൻ എന്തൊരു മനുഷ്യനാ, ഈ വയലിൽ എല്ലാം ഉണ്ടായിട്ടാ. പക്ഷെ ഇവരറിയാം ഇതിനകത്തൊരു നിധിയുണ്ട്. ഞാൻ വെറുതെയല്ല വില കൊടുക്കുന്നത്. ഈ ഗ്രൂപ്പിന് വേണ്ടി വില കൊടുക്കുന്ന വെറുതെയാണ്. റോസലി സിസ്റ്റർ എല്ലാ സമയവും പാടണം, പ്രാർത്ഥിക്കണം, സ്തോത്രം ചെയ്യണം, ദൈവത്തെ സ്തുതിക്കണമെന്ന് പറയുന്ന വെറുതെയാണോ? ലൈവായി നടക്കുന്ന ഈ പ്രോഗ്രാം വെറുതെയാണോ? ഇത് വില കൊടുക്കുക. ഇതിന്റെ പുറകെ വില കൊടുക്കുക. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന കരയുന്ന ദൈവമക്കളെ, ആത്മാക്കൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ദൈവമക്കളെ, നമ്മൾ വില കൊടുക്കുക. ഞാൻ ഓടിയാ ഈ ശുശ്രൂഷയ്ക്ക് വന്നത്. ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയതാ. ഒരു സഹോദരി കിടപ്പായിരുന്നു. പ്രാർത്ഥിച്ചെഴുന്നേറ്റു. ഇന്ന് വന്നേ പറ്റുള്ളൂ. ഒരു പ്രാർത്ഥന കൂടെ നടത്തിയ പാസ്റ്ററെ എനിക്ക് ചെറുതായിട്ട് നടക്കാം, ഇന്നൂടെ വന്ന് പ്രാർത്ഥിച്ചാൽ എനിക്ക് പൂർണ്ണമായിട്ട് നടക്കാൻ പറ്റുമെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പോയില്ലെങ്കിൽ പിന്നെ വേറെ ആര് പോവും?
ഞാൻ അവിടെ പോയി ഓടിയാണ് ഇവിടെ വന്നത്. എന്തിനാ ഞാൻ പറഞ്ഞത് ചോദിച്ചാൽ, എന്റെ ദൈവം എത്ര അത്ഭുതങ്ങളുടെ ദൈവമാണ്. കഴിഞ്ഞ നാളിൽ മരണത്തിൽ എന്നെ എഴുന്നേൽപ്പിച്ച ദൈവത്തിന്, എന്നെ വിടുവിച്ച ദൈവത്തിന് ആയിരങ്ങളെ വിടുവിക്കാനുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ് ദൈവത്തെ സേവിക്കാൻ പരമാർത്ഥതയോടെ കാഴ്ചപ്പാടോടെ മുന്നോട്ട് പോകാൻ തയ്യാറുള്ള എത്ര പേരുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നേ. സ്തോത്രം. ഏതായാലും നമ്മുടെ ചീഫ് അഡ്മിൻ നിർബന്ധിക്കുന്നല്ലോ, കേറിയേക്കാം, കേട്ടേക്കാം, അയാൾ എന്നാ പറയുന്നതെന്ന് കേട്ടേക്കാം എന്നോർത്ത് വെറുതെ ഈ ചെവി കൂടെ കയറി ഇതിലെ ഇറങ്ങിപ്പോകുന്ന ഒരു പരിപാടിയല്ല ഇത്. കുറച്ച് ബുദ്ധിയുടെ മണ്ഡലത്തിൽ ഒതുക്കുന്ന പരിപാടിയല്ല ഇത്. ഇതറിയണം, ബുദ്ധിയുടെ മണ്ഡലത്തിൽ ഒതുക്കണം, വേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഇത് കയറി ഇറങ്ങി ഹൃദയത്തിലേക്ക് വന്നിട്ട് ആത്മാവിൽ നടത്തപ്പെടുന്ന ചില വിടുതലിന് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കണം. ഇതെങ്ങനെയാ ഈ വചനത്തിന്റെ വിടുതൽ വ്യാപരിക്കുന്നത്? നമുക്കുള്ള കുഴപ്പമെന്നാ ചോദിച്ചാൽ, നമ്മുടെ സഭകളിലൊക്കെ ഉപവാസ പ്രാർത്ഥനയൊക്കെ വെക്കും. 2-3 ദിവസം, 7 ദിവസം, 21 ദിവസം. അയ്യോ, എന്നാ ഉണ്ടറവാന്നറിയോ, ഭയങ്കര ഉണ്ടറവാ. പക്ഷെ ഒരു 3 ആഴ്ച കഴിയുമ്പോ പിന്നെയും ചങ്കരൻ തെങ്ങൽ. അതേന്നേ, ആ സമയത്ത് തൂത്തുവാരി ഒന്ന് കുടഞ്ഞെടുത്ത് ഒന്ന് കൊട്ടി ഒന്ന് പാടി, ആരെങ്കിലും തൂത് പറഞ്ഞാൽ ഒന്ന് കേട്ട് 4 കൈകൊട്ടി 10 അന്യഭാഷ പറഞ്ഞു ഒരു ഉണർവാ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അതെവിടെയോ പോയി. അതെങ്ങനെ പോകുന്നെന്ന് എനിക്കറിയത്തില്ല. അത് പോയി. പിന്നെ അടുത്ത ഉപവാസം വരണം, ഇവൻ തല്ലിക്കൊട്ടി എഴുന്നേറ്റ് വരണമെങ്കിൽ. അടുത്ത പിന്നെ 3 ദിവസം വെക്കണം. അതിന് ഉപദേശം എന്ത് പാടാപ്പെടുന്നറിയോ? നമുക്ക് വേണ്ടേ, ഉടനെ ഉപവാസം വേണ്ടേ? വേണം. ആരെ വിളിക്കണം, പിന്നെ വിളിക്കുന്ന കാര്യവും ഉപവാസം വെക്കുന്ന കാര്യവും. കാരണം ഇങ്ങേർക്ക് എങ്ങനെയെങ്കിലും ഈ ആളുകളെ ശക്തിപ്പെടുത്തി നിർത്തണ്ടേ? ശുശ്രൂഷകരായ ഞങ്ങൾക്കറിയാം, ആളുകളെ ശക്തിപ്പെടുത്തി അവരെ ദൈവകൃപയെ നിർത്താനായിട്ട് ദൈവദാസന്മാർ, കാഴ്ചപ്പാടുള്ള ദൈവദാസന്മാർ ഭാരത്തോടെയാ അവരെ നിലനിർത്തുന്നത്. എന്നാൽ ഈ ശക്തിയേറിയ അനുഭവം പിന്നെ ഉണ്ടാകും, പിന്നെയും പോവും, പിന്നെയും ഉണ്ടാകും, പിന്നെയും പോവും. അടുത്ത കാലത്ത് ഞാനൊരു സഭയെ ശുശ്രൂഷിക്കാൻ ചെന്നപ്പോ ഭയങ്കരൊരു ഹോള്. ഞാൻ ഇച്ചിരി നേരത്തെ ചെന്നു. അതിൻ്റെ ഒരു മൂലയിൽ എനിക്ക് പാസ്റ്ററിനോട് പറഞ്ഞു, പാസ്റ്ററെ, ഇത്രയും വലിയ ഹോളാണെങ്കിലും കുറച്ച് പേരെ ഇവിടെ ഉള്ളൂ. ഏതായാലും പ്രാർത്ഥനയ്ക്ക് നോക്കിയപ്പോൾ ഒരു 10-20 പേരിൽ കൂടുതൽ വന്നിട്ടില്ല. അതിൻ്റെ മൂല ഇരിക്കാനുള്ള ആളേ ഉള്ളൂ. എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു ചലനം ഉണ്ടാകണം, അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു ചലനം ഉണ്ടാകണം. നാളുകളായി ജനം അങ്ങ് വരണ്ടിരിക്കുക. പ്രസംഗം തുടങ്ങിയപ്പോഴേ ദൈവാത്മാവ് എന്നെ ചലിപ്പിച്ചെങ്കിലും പലരും ചലിക്കുന്നില്ല. ഇത് കണ്ടപ്പോൾ എനിക്ക് വലിയൊരു പ്രയാസം. കർത്താവേ, നമ്മൾ വന്നും പോയി, ഒരു വിടുതൽ നടക്കാതെ പോരരുത്. അത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. കാരണം ദൈവത്തോടുള്ള പ്രതിബദ്ധതയാണ്. ഞാൻ പറഞ്ഞതേ, ഒരു ചലനം ദൈവം അവിടെ ചെയ്തു. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്, നമ്മുടെ ആരുടെയും കഴിവല്ല. അപ്പോൾ ഞാൻ എന്തിനാ ഇത് പറഞ്ഞത് ചോദിച്ചാൽ, ദൈവജനത്തിൻ്റെ നടുവിൽ ഈ ഒരു താൽക്കാലികമായ ഒരു ഉണർവല്ല ഉണ്ടാകേണ്ടത്. ഈ പുല്ലും കെട്ട് കത്തുന്ന പോലെ കത്തിത്തീരുകയല്ലേ വേണ്ടത്. കൽക്കരി കത്തുന്നത് പോലെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഉണർവ് വേണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിനെ, ഹൃദയത്തെ ഒക്കെ ദൈവത്തിന് അർപ്പിക്കണം. ഇതിനകത്ത് വേണ്ടാത്തത് പലതും അകത്ത് കയറും. പക്ഷെ അവനെ വെട്ടിയെടുത്ത്, ചെത്തിയെടുത്ത്, തൂത്തെടുത്ത് കളഞ്ഞ് ഈ ഹൃദയത്തെ എന്ത് ചെയ്യണം? രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഹൃദയത്തെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കണം, രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കണം. പലതും ഇതിനകത്ത് കയറി കൂടുകുത്തിയാലുള്ള കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ, ഇതിനിടയ്ക്ക് ആത്മീയവും മറ്റതും അതും ഇതും എല്ലാം കൂടെ വരുമ്പോ ആത്മീയത്തിന്റെ ശക്തി ചോർന്നേ പോവും.
ആത്മീയത്തിനുള്ള ശക്തി നിന്റെ അകത്ത് വ്യാപരിക്കുകയല്ല. എന്നാൽ ആ ചെത്തണതിനെ ചെത്തി, വെടിപ്പാക്കണതിനെ വെടിപ്പാക്കി, കൃപയോടുകൂടെ ഏറ്റെടുക്കേണ്ടതിനെ ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ നിന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിന്റെ അകത്ത് വലിയ ദൈവകൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ആകാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെത്തിക്കോ, ക്രമീകരിച്ചോ, ശുദ്ധീകരിച്ചോ, നമ്മെ തന്നെ ഒരുക്കിക്കോ. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലായി വ്യാപരിക്കാൻ പോകുകയാണ്. അപ്പൊ രണ്ടാമത്തെ കാര്യം, ഞാൻ സമയത്തിന്റെ പരിമിതി മൂലം വേഗം എന്റെ വാക്കുകൾ മുൻപോട്ട് പോയി അവസാനിപ്പിക്കാൻ തുടങ്ങിയ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, സ്തോത്രം, അവനുള്ളതെല്ലാം വിറ്റ് ആ വയല് വാങ്ങി. കേട്ടോ, ആ തീരുമാനം ഭയങ്കര സാഹസമായ തീരുമാനമാ. 3 പദങ്ങളാ. 1 റെവലേഷൻ, 2 രണ്ടാമത്തെ പദം എന്ന് പറയുന്നത്, ഒന്നാമത്തത് വെളിപ്പാട് റെവലേഷൻ, 2 റെവല്യൂഷൻ, 3 റെസല്യൂഷൻ. ഇങ്ങനെ 3 പദങ്ങളാണ് നമുക്കിവിടെ പഠിക്കാൻ കഴിയുന്നത്. മണിക്കൂറുകൾ നമുക്ക് ധ്യാനിക്കാൻ കഴിയുന്ന ചിന്തകൾ അതിനകത്തുണ്ട്. റെവലേഷൻ എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാട്. ആമേൻ. അടുത്തത് ആ കാഴ്ചപ്പാടിന് തക്കവണ്ണം, ആമേൻ, ആ നിധി കണ്ടെത്തിയതിന് തക്കവണ്ണം തനിക്കുള്ളതെല്ലാം വിറ്റ് വിപ്ലവകരമായ, ആമേൻ, വിപ്ലവകരമായ, ആമേൻ, എല്ലാം വിറ്റ് എല്ലാ സുരക്ഷത്തെയും കളഞ്ഞ് അതിനുവേണ്ടി എന്തുമേതുമായി തീരുവാൻ തനിക്കുള്ളതെല്ലാം ദൈവത്തിന് വേണ്ടി അർപ്പിക്കുന്നു. ആ നിധി കണ്ടെത്തിയത് കൊണ്ട് എല്ലാം വിൽക്കുന്നു. നോഹയോട് ചോദിച്ചേ, ആ പ്രായമുള്ള വല്യപ്പൻ പറയും, തനിക്കുള്ളതെല്ലാം വിറ്റിട്ടാ ഈ പെട്ടകം പണിയുന്നത്. കേട്ടോ, ഇത്രയും വലിയ പെട്ടകം പണിയണമെങ്കിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം അതിന് എത്ര $1 ആകുമെന്ന് ഒരാൾ എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അത്രയും $1 ഉണ്ടെങ്കിലേ ആ പെട്ടകം പണിയാൻ പറ്റുള്ളൂ. ആ കണക്കിപ്പോൾ പറയുന്നില്ല. ഇത്രയും $1 ഉണ്ടാക്കാൻ ഈ വല്യപ്പൻ എന്നാ മാർഗം? തനിക്കുള്ളതെല്ലാം വിറ്റു. എന്തിന്? ദൈവം പറഞ്ഞത് പണിയാൻ. യെസ്, ദൈവം പറഞ്ഞത് പണിയണോ? തനിക്ക് വില കൊടുക്കേണ്ടതായിട്ട് വന്നു. ആളുകളാരും കൂട്ടിനില്ല. പണിയുന്ന ആചാര്യമാര് പോലും പറഞ്ഞു, എടാ ഇങ്ങേർക്ക് എന്തോ തലയ്ക്ക് പ്രശ്നമാ, പണിതോടാ, നമുക്ക് കൂലി കിട്ടും. അവര് പണിയാൻ തുടങ്ങി. പക്ഷെ എന്താ സംഭവിച്ചത്? പണി ചെയ്തവരെ പലരും വെള്ളത്തിൽ മുങ്ങി. പക്ഷെ വില കൊടുത്തവൻ ഇതിനകത്തിരുന്ന് കുടുംബമായി. നമുക്കറിയാം, ആ കുടുംബം ഉയർന്നു പൊങ്ങയാ. അതന്നെ, യഹോവ പെട്ടകത്തിന്റെ വാതിലടച്ചു. നോഹ പ്രസംഗിച്ചു, എല്ലാവരെയും അകത്ത് കയറ്റാൻ ആഗ്രഹിച്ചു, കയറിയില്ല. പക്ഷെ കുടുംബമായി നോഹ എന്ത് ചെയ്തു? പ്രളയത്തിന്റെ നടുവിൽ വില കൊടുത്തവൻ പരാജയപ്പെട്ടില്ല. അവൻ ഉയരുവാൻ തുടങ്ങി. അങ്ങോട്ട് നോക്കിയപ്പോൾ പലരും മുങ്ങിത്താഴുകയാ. അവൻ നിന്ദിച്ചവര് പലരും മുങ്ങിത്താഴുക. എടാ, നീ എന്തൊരു പെന്തിക്കോസുകാരനാ, നിന്റെ പ്രസംഗം എന്നാ പ്രസംഗമാ? ന്യായവിധി വരാൻ പോവുക. അങ്ങനെ വരും, ഇങ്ങനെ വരും. കള്ളുകുടിയനെ ദൈവം ന്യായം വിധിക്കും, ദോഷം ചെയ്യുന്നവനെ ന്യായം വിധിക്കുമെന്ന് നീ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ചീത്ത വിളിച്ചോണ്ട് പോയ അനവധി ആളുകൾ ഈ പ്രളയത്തിനകത്ത് മുങ്ങിത്താഴുമ്പോൾ തന്റെ ഭക്തൻ വില കൊടുത്ത് ദൈവത്തിന് വേണ്ടി ചെയ്തതിന്റെ നടുവിൽ ആ പെട്ടകത്തിനകത്ത് സുരക്ഷിതമൊരുക്കി ആ കുടുംബത്തെ ദൈവം മാനിച്ച് ഉയർത്തിയതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്തിനേറെ പറയണം? വില കൊടുത്തവനെ, പെട്ടകം പണിതവനെ. നിങ്ങൾക്കറിയാമോ, അരാറാത്ത് പർവ്വത്തിൽ പെട്ടകം ഉറച്ചു. നോഹയ്ക്ക് കിട്ടിയത് എന്താണെന്നറിയാമോ? ഈ ഭൂമി മുഴുവൻ നോഹയ്ക്ക് കിട്ടി, നോഹയ്ക്കും കുടുംബത്തിനും. തനിക്കുള്ളത് അല്പം ദൈവത്തിന് വേണ്ടി ചെലവഴിച്ചപ്പോൾ ഈ ഭൂമിയുടെ മുഴുവൻ ഉടമയാക്കി നോഹയും കുടുംബത്തെ. വേറെ കുടുംബമുണ്ടോ ഇവിടെ? ജലപ്രളയാനന്തരം ഇവിടെ അവകാശം പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഒറ്റ കുടുംബമേ ഉള്ളൂ, നോഹയും കുടുംബവും. വില കൊടുത്തവനെ ഉള്ളന്നേ. തെളിയാൻ പോവാ. വില കൊടുത്തവൻ ആരാന്ന് തെളിയാൻ പോവുകയാ. കർത്താവിന് വേണ്ടി വില കൊടുത്തവർ ഈ ദിവസങ്ങളിൽ ചിലത് അവകാശമാക്കാൻ പോവുകയാ. കർത്താവിന്റെ നാമത്തിന് വേണ്ടി അധ്വാനിച്ചവർ
ചിലപ്പോൾ മറ്റുള്ളവരുടെ പഴി കേട്ടണം, ദൂഷി കേൾക്കാം, മറ്റുള്ളവർ പറഞ്ഞു കാണും നിന്നെ കൊണ്ട് എന്തോ കൊള്ളാം, നീ എന്തോ പറഞ്ഞിട്ടെന്നാ, നീ പ്രാർത്ഥിച്ചിട്ട് എന്താ ഗുണം. പക്ഷെ ഒന്ന് ഞാൻ പറയാം, നീ അനുഭവിച്ച ത്യാഗങ്ങളും നീ പ്രാർത്ഥിച്ചതും നീ അനുഭവിച്ച ദൈവസന്നിധിയിൽ ആത്മാക്കൾക്ക് വേണ്ടി ഇടിവിൽ നിന്നതും ആമേ സ്വർഗത്തിലെ സ്മരണയുടെ പുസ്തകത്തിൽ എന്റെ തമ്പുരാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ പലരും മറക്കും, പക്ഷെ ഡയറി തുറക്കുന്നൊരു ദിവസമുണ്ട്. രാജാവ് തുറന്നപ്പോൾ നിലവിളിച്ചുകൊണ്ടിരുന്ന ഒരു മൊർദെഖായിയെ മാനിച്ചെങ്കിൽ, കരഞ്ഞ മൊർദെഖായിയെ മാനിച്ചെങ്കിൽ, തന്റെ ജനത്തിനു വേണ്ടി ഇടിവിൽ നിന്ന് മൊർദെഖായിയെ മാനിച്ചെങ്കിൽ, ഞാൻ പറയട്ടെ, സ്വർഗീയ രാജാവ് നിനക്ക് വേണ്ടി ഡയറി തുറക്കുന്ന ദിവസങ്ങളുണ്ട്. നീ ചെയ്തതിന് തക്കവണ്ണം നിന്നെ മാനിക്കുന്ന ദിവസങ്ങളുണ്ട്. കർത്താവിന് വേണ്ടി, ദൈവശബ്ദത്തിന് വേണ്ടി, ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന സഹോദരി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന സഹോദര, ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇന്ന് വിലയിലെന്ന് തോന്നിയേക്കാം, പലരും നിന്നെ അറിയുന്നില്ലെന്ന് തോന്നിയേക്കാം, നീ ചിലപ്പോൾ വലിയ പ്രസംഗിയനല്ല, നീ ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ മാന്യനല്ല, പക്ഷേ നിന്നെ മാനിക്കുന്ന ഒരു ദിവസം വരാൻ പോകുക. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കാൻ പോകുക. ഒരിക്കൽ അമേരിക്കയിലേക്ക് ഒരു കർത്തൃദാസൻ ആഫ്രിക്കയുടെ മണ്ണിൽ ദീർഘവർഷങ്ങൾ അധ്വാനിച്ചതിന് ശേഷം കർത്തൃവേല ചെയ്ത ഒരു കർത്തൃദാസൻ അമേരിക്കയുടെ മണ്ണിലേക്ക് മടങ്ങി വന്ന ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. കപ്പലിൽ യാത്ര ചെയ്ത് തന്റെ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരിക. ആ കപ്പലിൽ അമേരിക്കൻ പ്രസിഡന്റുമുണ്ട്. അദ്ദേഹം ആഫ്രിക്കയിൽ വേട്ടയാടാൻ പോയിട്ട് വരിക. അവിടുത്തെ ഉള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് ആ നിലകളിൽ കടന്നു പോയിട്ട് വരുന്ന അമേരിക്കൻ പ്രസിഡന്റ്, അപ്പോൾ തന്നെ ദീർഘവർഷങ്ങൾ ആഫ്രിക്കയുടെ മണ്ണിൽ അധ്വാനിച്ച ഒരു കർത്തൃദാസൻ അദ്ദേഹവും ആ കപ്പലിലുണ്ട്. ഈ അമേരിക്കൻ പ്രസിഡന്റ് വന്ന് തീരത്തിറങ്ങിയപ്പോൾ, പോർട്ടിലിറങ്ങിയപ്പോൾ ആർഭാടപൂർവമായിരിക്കുന്ന സ്വീകരണം തനിക്ക് കിട്ടി. വെടിയും പടയും ആ നിലയിലുള്ള കരഘോഷങ്ങളും ആ നിലകളിലുള്ള സ്വീകരണവും അമേരിക്കൻ പ്രസിഡന്റ് കിട്ടി. എന്നാൽ ദീർഘവർഷങ്ങൾ അധ്വാനിച്ച കർത്തൃദാസനെ സ്വീകരിപ്പാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സിലൊരു വലിയ ഭാരം തോന്നി. അദ്ദേഹം മാറി നിന്ന് കർത്താവിനോട് ഇങ്ങനെ ചോദിച്ചു, കർത്താവേ, ദീർഘവർഷങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി അധ്വാനിച്ച എന്നെ സ്വീകരിപ്പാൻ ഈ കരയിൽ ആരും ഉണ്ടായിരുന്നില്ല. ഉടനെ പരിശുദ്ധാത്മാവ് തന്നോട് സംസാരിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ വന്നത് എവിടെയാണെന്ന് നിനക്കറിയാമോ? അറിയാം, തൻ്റെ രാജ്യത്തേക്കാ. നീ നിന്റെ രാജ്യത്ത് ഇതുവരെ വന്നിട്ടില്ല. നീ ഒരു ദിവസം നിന്റെ രാജ്യത്ത് വരും. അന്ന് കോടി കോടി ദൂതന്മാർ നിന്നെ സ്വീകരിച്ച് ആനയിച്ച് പ്രതിഫലം വിഭവിക്കുന്ന, നീ കർത്താവിന് വേണ്ടി ചെയ്തതിന് തക്കവണ്ണം പ്രതിഫലം വിഭാഗിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്നാണ് നിന്റെ സ്വീകരണം. അദ്ദേഹം പരിശുദ്ധാത്മാവിൽ തുള്ളിച്ചാടി നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചു. എന്ന ഇന്ന് നമ്മൾ ചെയ്തതിന് തക്കവണ്ണം ആരും പ്രതിഫലം തരത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു കർത്തൃദാസന്റെ ഡെഡ് ബോഡിയുടെ മുമ്പിൽ ഞാൻ പ്രസംഗിച്ചപ്പോൾ ഞാൻ കണ്ണുനീരോടെ ആ കാര്യം പറഞ്ഞു. അദ്ദേഹം ഒത്തിരി കർത്താവിന് വേണ്ടി അധ്വാനിച്ചതാ, പക്ഷെ ആരും അദ്ദേഹത്തെ മാനിച്ചില്ല, ശുശ്രൂഷയെ മാനിച്ചില്ല. പക്ഷേ ഒരു കാര്യം, സ്വർഗത്തിൽ കർത്താവ് മാനിക്കുന്ന ഒരു ദിവസമുണ്ട് കേട്ടോ. ഇവിടുത്തെ മനുഷ്യന്റെ മാന്യതയേക്കാൾ, ഇവിടുത്തെ സ്നേഹത്തെക്കാൾ കർത്താവിന് വേണ്ടി ത്യാഗം സഹിക്കുന്നവരെ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ആ നിലകളിൽ ഈ ദിവസങ്ങളിൽ കാഴ്ചപ്പാടോടുകൂടെ, ത്യാഗത്തോടുകൂടെ കർത്താവിന് വേണ്ടി നിലനിൽക്കാം. നമ്മുടെ കർത്താവ് മടങ്ങി വരാറായി, പ്രതിഫലം പ്രാപിക്കുന്ന ദിവസങ്ങൾ അടുക്കാറായി. വിശ്വസ്തയോടെ ഈ നിധി ഏറ്റെടുത്തുകൊണ്ട്, വിശ്വസ്തയോടെ, നിതാന്ത ജാഗ്രതയോടുകൂടെ അവൻ ഏത് പ്രതിസന്ധി വന്നാലും കർത്താവിന് വേണ്ടി നിലനിന്ന് തേജസ്സിന്റെ അനുഭവം പ്രാപിച്ച് മുന്നേറുവാൻ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ഒരു നിമിഷം എല്ലാവരും കണ്ണുകളെ അടയ്ക്കാം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, ഒരു പുതിയ തീരുമാനമെടുക്കട്ടെ. ഈ സമയം വരെ ഞാൻ ദൈവവചനം പ്രസംഗിച്ചു, നിങ്ങൾ കേൾക്കുകയായിരുന്നു. പക്ഷേ തീരുമാനം നിങ്ങളുടെ പക്കലേക്ക് തരുന്നു. ഒരു നിമിഷം പറഞ്ഞാട്ട, കർത്താവേ, ഈ നിധി ഞാൻ കണ്ടെത്തി. അനേകർക്ക് കാണുവാൻ കഴിയാത്ത ഒന്ന്, ആ ദൃഷ്ടി, എൻ്റെ ദൃഷ്ടി ദൈവം പ്രകാശിപ്പിച്ചു. എനിക്ക് കാഴ്ചപ്പാട് ദൈവം തന്നു. അതുകൊണ്ട് തന്നെ എനിക്കുള്ളതെല്ലാം വിറ്റ് ഇത് ഞാൻ വാങ്ങി. ആമേൻ. ഇതിനു വേണ്ടി വിശ്വസ്തയോടെ, തീരുമാനത്തോടെ
നിലനിന്ന് കർത്താവിന് വേണ്ടി മുന്നേറുമെന്ന് പറഞ്ഞാട്ട് ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വചനം കേൾക്കുന്ന ഏവരെയും കർത്താവ് രക്ഷിക്കുകയും സഹായിക്കുകയും യഥാർത്ഥമായ ദൈവിക കാഴ്ചപ്പാടോടുകൂടെ നിതാന്ത ജാഗ്രതയോടുകൂടെ കർത്താവിന് വേണ്ടി പ്രകാശിപ്പാൻ, പ്രയോജനപ്പെടുവാൻ, പ്രവർത്തിപ്പാൻ ഏവർക്കും അവിടുന്ന് കൃപ ചെയ്യണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ. ക്ഷീണിച്ചിരിക്കുന്നവരെ ശക്തീകരിക്കണമേ. ആവശ്യം വേണ്ട കൃപ കൊണ്ട് എല്ലാവരെയും അലങ്കരിക്കണമേ. തിരുനാമത്തെ മാത്രം ഉയർത്തിയാട്ടെ. ഗ്രൂപ്പിനെ ആദരിച്ചാട്ടെ. എല്ലാവരെയും ഒരിക്കൂടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.